അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങ് കൃത്യമായിട്ട് ആ പാർട്ടിയുടെ നിർദ്ദേശം പാലിച്ചു. ആ സമയത്തൊന്നും താങ്കൾ അങ്ങനെ പ്രതികരിച്ചതുമില്ല. ഇപ്പോഴാണ് താങ്കൾ അത് തുറന്നു പറയുന്നത്, ആ മുഖ്യമന്ത്രിയുടെ അനിഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. എന്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു അനിഷ്ടം തോമസ് കെ തോമസിനോട് തോന്നിയിട്ടുണ്ടാവുക? വ്യക്തിപരമായിട്ട് അവർ പിണങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കേട്ട ചില വാർത്തകളിൽ മുഖ്യമന്ത്രി അസ്വസ്ഥനായിരുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ആ വാർത്തകളിൽ വന്ന കാര്യങ്ങളും ശരിയാണോ തെറ്റാണോ എന്നല്ല, അതിലടങ്ങിയ കാര്യം മുഖ്യമന്ത്രിയിൽ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സംഭാഷണത്തിൽ നിന്നും ബോധ്യമായിട്ടുണ്ട്. അതായത് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കിയാൽ എന്ന നിലയിലാണ് മുഖ്യമന്ത്രി അങ്ങയോട് സംസാരിച്ചത് അല്ലേ? വ്യക്തിപരമായ പിണക്കത്തിൻ്റെ ആവശ്യം മുഖ്യമന്ത്രിക്കും തോമസ് കെ തോമസിനും ഇല്ലല്ലോ. അല്ല, അദ്ദേഹത്തിൻ്റെ അനിഷ്ടം ഇപ്പം നമ്മുടെ ഒരു ഐക്യമുന്നണി രാഷ്ട്രീയത്തിൽ സാധാരണഗതിയിൽ ഓരോ പാർട്ടി ഘടകകക്ഷികളെയും മന്ത്രിയെ തീരുമാനിക്കുന്നത് അതത് പാർട്ടിയാണ്. ആ പാർട്ടി കൊടുക്കുന്ന പേരാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് കൊടുക്കുന്നത്. പക്ഷേ അവിടിനെല്ലാം അതീതമായി ക്യാബിനറ്റ് സംവിധാനത്തിൽ ചീഫ് മിനിസ്റ്ററുടെ വില്ലൻ പ്രഷർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും സന്തുഷ്ടിയും ആണ് ഇതിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുമായി ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കേണ്ട ഒരു സ്ഥാനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുമായി ഫൈറ്റ് ചെയ്യാൻ NCP പോലുള്ളൊരു പാർട്ടി പോകുന്നത്, NCP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഘടകകക്ഷിയായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഗുണവും ചെയ്യില്ല എന്ന എൻ്റെ അഭിപ്രായവും ഞാൻ ബഹുമാനപ്പെട്ട ശരത് പവാർജി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ AK ശശീന്ദ്രൻ മിനിസ്റ്റർ, മുഖ്യമന്ത്രി അങ്ങനെ പറയുമ്പോൾ താങ്കളുടെ സഹപ്രവർത്തകനും താങ്കളുടെ പാർട്ടിയിലെ MLA തോമസ് കെ തോമസിനോട് ഒരു അനിഷ്ടം പ്രകടിപ്പിക്കുമ്പോൾ താങ്കളത് തിരുത്താൻ പോയില്ലേ? തോമസ് കെ തോമസിനെ കുറിച്ച് പറഞ്ഞ് കേൾക്കുന്നത് അങ്ങനെ എന്താണ് അസന്തുഷ്ടിക്ക് കാരണം? അദ്ദേഹം താങ്കളുടെ പാർട്ടിയുടെ MLA ആണല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയെ തിരുത്താനോ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനോ അങ്ങനെ ശ്രമിച്ചില്ലേ? അതിനാണല്ലോ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചല്ലോ. ആ അന്വേഷണ കമ്മീഷൻ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ നിഗമനമായി കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് തോമസിൻ്റെ ഭാഗത്തു നിന്നും കുറ്റമൊന്നും ഉണ്ടായിട്ടില്ല, വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ്. ആ വിവരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പാർട്ടി നേതൃത്വം അറിയിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ആ വിശദീകരണത്തിൽ മുഖ്യമന്ത്രി തൃപ്തനായിരുന്നെങ്കിൽ അദ്ദേഹം അതിന് സമ്മതം മൂളുകയും നടപടിക്രമങ്ങൾ ഇതിനകം തന്നെ പൂർത്തിയാകുകയും ചെയ്യുക. അദ്ദേഹത്തിൻ്റെ തുടർ നടപടികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടി നൽകിയ വിശദീകരണത്തിൽ അദ്ദേഹം തൃപ്തനല്ല എന്നാണ്. അതായത് ഇതൊരു പ്രതിച്ഛായ പ്രശ്നമാണോ ശ്രീ തോമസ് കെ തോമസ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ അലട്ടുന്നത്? അല്ല, അത് മുഖ്യമന്ത്രിയുടെ മനസ്സിരിപ്പ് എന്താണ് എന്ന് വളരെ ആഴത്തിൽ വിത്തും വേരും ചികഞ്ഞ് പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശമായി നമുക്കാർക്കും ഇല്ലല്ലോ. അതായത് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നത് ഈ മന്ത്രിസഭയ്ക്ക് ഗുണം ചെയ്യില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. അത് പക്ഷേ താങ്കളുടെ പാർട്ടിയിൽ തന്നെയുള്ള ഒരു MLA അങ്ങനെ മന്ത്രിയാക്കേണ്ടതില്ല എന്നൊരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കുമ്പോൾ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ താങ്കൾ താങ്കൾ വ്യക്തിപരമായി അത് തിരുത്താൻ പോയില്ല മുഖ്യമന്ത്രിയോട്. അല്ല, അത് വ്യക്തിപരമായല്ലോ, ഇത് പാർട്ടി കാര്യമല്ലേ. ശശീന്ദ്രന്റെ ഒരു വ്യക്തിപരമായ വിഷയമല്ലല്ലോ ഇത് പാർട്ടി കാര്യമല്ലേ. ഇപ്പോഴും അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ അങ്ങ് ഒഴിയുകയാണെങ്കിൽ തോമസ് കെ തോമസിനെ മന്ത്രിസഭയിൽ എടുക്കില്ല എന്ന് തന്നെയാണോ ആക്കാൻ ചിലർ ശ്രമിച്ചിട്ടുണ്ട്? ഇത് വ്യക്തിപരമല്ല. അതെ, മനസ്സിലായി. ഇതൊരു രാഷ്ട്രീയമായ ഇപ്പോഴത്തെ സാഹചര്യത്തിലും താങ്കൾ ഒഴിയുകയാണെങ്കിൽ തോമസ് കെ തോമസ് മന്ത്രിയാവുമെന്നൊരു ഉറപ്പുമില്ല എന്നാണോ താങ്കൾ ഇപ്പോഴും കരുതുന്നത്? ഇപ്പോഴത്തെ സ്ഥിതി അതാണ്. ഇനിയിപ്പം ബഹുമാനപ്പെട്ട പ്രകാശ് കാരാട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ആ സംസാരത്തിൽ നിന്നും വെളുത്ത പുക വരികയാണെങ്കിൽ അതിൽ ആദ്യം ആഹ്ലാദിക്കുന്നത് ഞാനായിരിക്കും. എൻ്റെ രാജിക്കത്ത് ആ നിമിഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തും. ഓക്കെ, അതൊരു വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. അതിനകത്തൊരു സത്യസന്ധതയുണ്ട് എന്നത് പ്രേക്ഷകർക്ക് ബോധ്യമാവുകയും ചെയ്യും. അപ്പോൾ പാർട്ടിക്കൊരു മന്ത്രിസ്ഥാനം വേണമെന്ന് മാത്രമേ താങ്കൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത് താങ്കളാകണമെന്ന് താങ്കൾക്കൊട്ടും പിടിവാശിയില്ല. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കി എൻ്റെ ആഗ്രഹമല്ല, പാർട്ടിക്ക് മന്ത്രിസ്ഥാനം ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ദോഷം ചെയ്യും എന്ന് കരുതുന്നവരാണ് പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന മിക്കവാറും ആളുകളുമെന്നുമാണ് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും വർത്തമാനത്തിൽ നിന്നും
ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ആരോടും വ്യക്തിപരമായി സംസാരിക്കുകയും വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിലും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, വാക്കുകളിൽ നിന്ന്, പെരുമാറ്റത്തിൽ നിന്ന് പാർട്ടിക്ക് തോമസ് കെ തോമസ് ആയാലും എ കെ ശശീന്ദ്രനായാലും ഗുണമുണ്ടെങ്കിലും ദോഷമുണ്ടെങ്കിലും പ്രതിനിധി വേണമെന്ന കാര്യത്തിൽ പാർട്ടിയിലെ മിക്കവാറും എല്ലാ ആളുകൾക്കും ഒരേ അഭിപ്രായമാണ് എന്നെനിക്കത്. പക്ഷേ ആ പാർട്ടിയിലെ മഹാഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തെ മാനിക്കാതെ വിധത്തിലുള്ള ഒരു തീരുമാനമെടുക്കുന്നത് ആത്യന്തികമായി ഇപ്പോൾ ആരെങ്കിലും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യും, അത് ഗുണം ചെയ്യില്ല. പക്ഷേ ഇവിടെ തോൽക്കലും ജയിക്കലുമല്ല, പാർട്ടിക്ക് ആത്യന്തികമായി ഗുണമെന്താണ് എന്ന ആലോചനയുടെ പക്ഷത്തായിരിക്കണം പാർട്ടി നേതൃത്വം നിൽക്കേണ്ടത് എന്ന അഭിപ്രായം എനിക്കുണ്ട്. ആ അഭിപ്രായം ഞാൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചതിൽ ഇതിൽ നിന്ന് അവസാനിപ്പിക്കാം. ഈ വിവാദങ്ങളൊന്നും എന്തെങ്കിലും പാർട്ടിക്ക് ഗുണകരമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ താങ്കളെക്കുറിച്ചുള്ള പൊതുവേ ഉയരുന്ന ഒരു പ്രതിച്ഛായ എന്ന് പറയുന്നത് ഈ വിവാദങ്ങൾ പ്രകാരം താങ്കൾ ഈ കസേരയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്നു, കസേരയിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഈ മനുഷ്യൻ ഇത്രയും അധികം രാഷ്ട്രീയ പരിചയമൊക്കെ ഇല്ലേ, എന്നിട്ട് എന്തിനാണ് ഈ കസേരയോട് ഇത്ര വലിയ ആർത്തി എന്ന രീതിയിൽ പൊതുസംസാരം ഉണ്ടാകുന്ന നിലയിലേക്ക് തോമസ് കെ തോമസ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ? അതാണ് ദൗർഭാഗ്യകരം. ഇത് എ കെ ശശീന്ദ്രൻ രാജിവെക്കാത്തത് കൊണ്ടാണ്, സ്ഥാനം തള്ളിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് തോമസ് കെ മന്ത്രിയാകാത്തത് എന്ന പ്രചരണം ബോധപൂർവം നമ്മുടെ പാർട്ടിയിലെ സംസ്ഥാന താഴെത്തട്ടിലുള്ള പ്രവർത്തകന്മാരിൽ എത്തിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നതിൽ മാത്രമാണ് എൻ്റെ ഉത്കണ്ഠയും മനപ്രയാസവും. ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്, തോമസ് കെ തോമസ് മന്ത്രിയാകാനുള്ളൊരു സാഹചര്യം അതിൻ്റെ നേരിയ സൂചന കിട്ടിയാൽ എ കെ ശശീന്ദ്രൻ്റെ മന്ത്രിസ്ഥാനം ഒരു തടസ്സമാവുകയില്ല. ആ നിമിഷം രാജിവെച്ച് അതിനുള്ള വഴി ഒരുക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് ഞാൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്, സംസ്ഥാന നേതൃയോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്, മിനിയാന്ന് കൂടിയിട്ടുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവിലും അറിയിച്ചിട്ടുണ്ട്. ഇത്രയും ഉത്തരവാദപ്പെട്ട വേദികളിൽ ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞതിന് ശേഷവും ഇത് ശശീന്ദ്രൻ്റെ പിടിവാശി കൊണ്ടാണ് തോമസ് മന്ത്രിയാകാത്തത് എന്നത് തോമസിനെ പരിചയമാക്കി നിർത്തി എന്നോടെതിരെയുള്ളൊരു ഒരു യുദ്ധം നടത്താനാണോ എന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുണ്ട്. അത്തരം സംശയങ്ങളിലേക്ക് പോകാൻ മാത്രമുള്ള, അതിനടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ നടത്താനുമുള്ള ആരോഗ്യമുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് ഞാൻ കരുതുന്നില്ല. ഈ വിവാദങ്ങൾ പാർട്ടിയെ ഊർജ്ജസ്വലമാക്കുകയല്ല ചെയ്തിട്ടുള്ളത്, പാർട്ടി അണികളിൽ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പാർട്ടിയിലെ പ്രവർത്തകന്മാരുടെ അസ്വസ്ഥത അവസാനിപ്പിക്കാൻ എന്താണ് പരിഹാരമാർഗം എന്നാണ് ആലോചിക്കേണ്ടത്. ആ പരിഹാരമാർഗം ആലോചിക്കുന്നതിന് പകരം യുദ്ധപ്രഖ്യാപനം പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് പാർട്ടിക്ക് ദോഷമേ ചെയ്യുകയുള്ളൂ എന്ന് വീണ്ടും ഞാൻ നിങ്ങളിലൂടെ എൻ്റെ സഹപ്രവർത്തകന്മാരെയും തീർച്ചയായിട്ടും ശ്രീ എ കെ ശശീന്ദ്രൻ, അങ്ങേക്ക് ഒരുപാട് അങ്ങയോടൊപ്പം നിൽക്കുന്ന അണികളുണ്ട് പാർട്ടിയിൽ. അങ്ങാണല്ലോ പാർട്ടിയുടെ ഒരു ഫേസ് എന്ന് പറയുന്നത്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ പിന്നീട് വന്നവരുമാണ്. അപ്പോൾ താങ്കൾക്കൊപ്പം നിൽക്കുന്നവർ താങ്കൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. വേണ്ടി വന്നാൽ ഈ പാർട്ടി ഇങ്ങനൊരു തീരുമാനമാണ്, പാർട്ടിക്ക് ഗുണകരമല്ലാത്ത രാഷ്ട്രീയ സത്യസന്ധതയ്ക്ക് ചേരാത്ത നിലപാടുകൾ എടുത്താൽ താങ്കൾക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമോ ശ്രീ എ കെ ശശീന്ദ്രൻ? അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. ഞാൻ വിചാരിക്കുന്നത് ഇത് ശുഭമായി തന്നെ തീരുമെന്നാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം.